ഹലോ ഗൈസ്, ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ വന്ന് നോക്കാഞ്ഞിട്ട് മഴ പെയ്യുന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ കയറി വന്ന് ഇടിയപ്പം മുട്ടക്കറിയും കൂട്ടി നല്ല രീതിയിലൊന്ന് കഴിച്ചിട്ട് രാവിലെ തന്നെ നല്ല തണുപ്പായിരുന്നു. പിന്നെ തണുപ്പ് മാറ്റാനായിട്ട് നല്ല ചൂട് കട്ടയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. ഈ തണുത്ത സമയത്തുണ്ടല്ലോ നല്ല ചൂട് കട്ടയിട്ട് കുടിക്കുന്ന ഫീൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ ഒരു സ്വീറ്റ് പപ്സും കൂടെ കൂട്ടി കഴിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കാഞ്ഞിടത്ത് അമ്മമ്മ ഒരു ആപ്പിളും ഓറഞ്ചും എടുത്ത് തന്നു. പിന്നെ അതും കഴിച്ച്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 11:30 ആവാറായപ്പോൾ ഞാൻ വിചാരിച്ച് പോപ്കോൺ ഉണ്ടാക്കി കഴിക്കാമെന്ന്. അതിനായിട്ട് നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് പൊടിയും അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളെ പോപ്കോൺ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ സെറ്റായിട്ട് പിടിക്കുന്ന രീതിയിൽ. അത് കഴിഞ്ഞ് കുക്കറിൻ്റെ അടപ്പ് നമ്മൾ അതിലേക്ക് അടച്ചു വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാൻ നേരത്ത് നല്ല അടിപൊളി പോപ്കോൺ റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതും കുറച്ച് നേരം ഇരുന്ന് കഴിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് എലന്തയ്ക്കയും മുട്ടപ്പഴമൊക്കെ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് പിച്ചാനായിട്ട് പോയി. അങ്ങനെ എന്തായാലും കഷ്ടപ്പെട്ട് മുട്ടപ്പഴം പിച്ചിയിട്ടുണ്ട്. നിങ്ങളിതിന് എന്തിനാണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. തോനെയും മുട്ടപ്പഴം എന്തായാലും കിട്ടിയിട്ടുണ്ട്, പക്ഷേ എലന്തയ്ക്കയൊക്കെ പിഞ്ചായി പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കയറി വന്നിട്ട് കഞ്ഞിയും കക്കത്തോരനും കൂട്ടി കഴിച്ച്.